ഈ കോട്ടയ്ക്കുള്ള മറ്റൊരു ആകർഷണമാണ് ഈ കാണുന്ന വലിയ തടാകം. അന്നത്തെ കാലത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന ഭടന്മാർ ആ രക്തത്തോടു കൂടിയ വാള് ഈ തടാകത്തിൽ മുക്കുമെന്നും ഈ തടാകത്തിൻ്റെ വെള്ളത്തിന് നിറം ചുവപ്പ് കളറാകുമെന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം ഒരു ചോര വീണ തടാകമാണ്. നൂറുകണക്കിന് ആളുകളുടെ ശരീരത്തിൽ ചോര വേണം ഇത്രയും വലിയൊരു തടാകം ചുവപ്പ് കളറാകണമെങ്കിൽ, അല്ലേ? നല്ല ആഴമുള്ള ആ ഒരു പച്ച കളർ കാണുമ്പോഴേ അറിയാം നല്ല ആഴമുള്ളൊരു കുളമാണെന്ന്. എന്തായാലും വലിയ വിശാലമായിട്ടുള്ളൊരു കുളം. ഈ കുളത്തിലെ വെള്ളം മുഴുവൻ രക്തവർണ്ണമാകണമെങ്കിൽ എത്രത്തോളം ആളുകൾ അന്ന് ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ടാകും. അതും ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കുളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ പ്രാർത്ഥിക്കുക, ഇവിടെ വന്ന് പാപം കഴുകി കളയുക. ഭയങ്കര പരിപാടിയായിരുന്നു. ഇവിടത്തേക്കുള്ള പ്രവേശനം വൈകിട്ട് 5 മണി വരെയുള്ളൂ. അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് നമ്മൾ ഇതിനകത്തെ കാഴ്ചകൾ നാളെ രാവിലെ നമ്മൾ കാണിക്കുന്നതാണ്. ഗണ്ടിക്കോട്ട വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒറ്റ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടൊരു പ്രദേശം. അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ തന്നെ ഒരുപാട് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലൂടെ വന്ന് പിന്നെ ഇവിടെ ഒരു മനുഷ്യൻ ആകെ ഈ ഒരു ഗ്രാമം മാത്രം കുറച്ച് പേരുണ്ട്. വെള്ളത്തിന് 40 രൂപ 50 രൂപ 2 ലിറ്ററുണ്ട്. മറ്റേതാണെങ്കിൽ 30 രൂപ 40 രൂപ തോന്നിയ വില. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലും അതുപോലെ തന്നെ ഭയങ്കര റേറ്റാണ്. നമ്മളത് നോക്കിയിട്ടില്ല, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാൻ ഇവിടെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും റേറ്റ് ചോദിച്ചിട്ടില്ല, പക്ഷെ സൗകര്യമുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസത്തെ കാണാനുള്ള ഇതുണ്ട്. കോട്ട അതേപോലെ ഇവിടെ തന്നെ നടന്ന് കാണണമെങ്കിൽ ഇപ്പോൾ വരുന്നവർ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഒന്നുകിൽ രാവിലെയോ അല്ലെ വൈകുന്നേരം വരണം ഇവിടെ സന്ദർശിക്കുക. കാരണം ചൂട് കൊണ്ട് കരിഞ്ഞ് പുകഞ്ഞ് നാശമാകും. രംഗനായകുള സ്വാമി ടെമ്പിൾ ആന്ധ്രയിലെ ഏതോ വലിയ സ്വാമിയാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ രംഗനായക വരെ വരത്തുള്ളൂ. ഇതൊരു കുളയും കൂടെ കൂടുതലുണ്ട്. അപ്പോൾ പഴയ ഒരു അമ്പലമായിരുന്നു. അതിൻ്റെ ഗോപുരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ പെട്ട ഇത്. രാജാവിന് സ്വന്തമായിട്ടൊരു ക്ഷേത്രം അതായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുശേഷമേ ഈ കോട്ടമതിലുകൾ വന്നപ്പോൾ ആ ഒരു ഗ്രാമം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ കോട്ടകൾ ചുറ്റപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചരിത്രമുണ്ടോ? അതെ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതെ. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ അടിപൊളിയാണ്. സിംഗത്തിനകത്ത് അവ തോക്ക് വെളിയെ വെച്ചിട്ടുള്ള പോടാന്ന് പറഞ്ഞ് കയറ്റിവിടത്തില്ലേ, അവൻ വെളിയിൽ നിന്ന് വാളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു, അടിയുണ്ടാക്കുന്നു. ഈ സ്ഥലമാണത്. ആ സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് കുറേ പേരെ അടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അതാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വടിവാളിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. നല്ല ഓർമ്മ. ആ സ്ഥലമാണിത്. ഞാൻ അന്ന് തൊട്ട് അന്വേഷിക്കുന്നുണ്ട് ആ ഒരു ലൊക്കേഷൻ ഏതാണെന്നുള്ളത്. ആന്ധ്രയിലാണെന്നറിയായിരുന്നു, പക്ഷെ ഓർക്കപ്പുറത്താണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് വന്നത്.
യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല കാറ്റ്. ഇപ്പൊ നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ വ്യൂ. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ താഴെ വീഴുമെന്ന് പറയുന്ന രീതിയിലാണ് കുറേ പാറകൾ അവിടെ കാണുന്നത്. അതൊന്നിനു മേലെ ഒന്നായി ആരോ പണ്ട് അടുക്കി വെച്ച പോലെ ഉള്ളൊരു സ്ട്രക്ചർ. സംഭവം കാണുമ്പോൾ ചെറുതാണെങ്കിലും നമ്മുടെ കടൽത്തീരത്തൊക്കെ കടൽഭിത്തിക്ക് കൊണ്ടിടുന്ന വലിയ ഈ പാറയുടെ പീസുണ്ടല്ലോ, അതിനേക്കാളും വലിയ പാറകളാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകൾ നമ്മൾ ആറിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ അടുക്കി വെച്ചേക്കുന്ന പോലെ നല്ല ഹൈറ്റിലുണ്ട്. താഴേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല നമ്മുടെ, അത്രയ്ക്ക് ചിതറും. ഈ നദിയുടെ പേരാണ് പെന്ന നദി. ഇവിടെ താഴെ കുട്ടവഞ്ചിയിൽ ബോട്ടിങ്ങും അല്ലാതുള്ള സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അങ്ങനെ കോട്ടക്കുള്ളിലൂടെ നടന്ന് നമ്മൾ ഒന്നൊന്നര വ്യൂ പോയിന്റ് കിട്ടും. പല ആളുകളും പല വീഡിയോസിലും പല ഫോട്ടോസിലും ഇങ്ങനെ ഉണ്ടാവും. ഇന്ത്യയിലെ ഗ്രാൻഡ് കന്യൂസ് ശരിക്കും പാറകൾ അടുക്കി വെച്ചൊരു എന്താ പറയാ, ശരിക്കും ഒന്നും പറയാനില്ല, ഇത് കണ്ടെന്നെ തീർക്കണം.